ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് പലർക്കുള്ളൊരു പ്രശ്നമാണ് മുഖക്കുരു മാറിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ഡാർക്ക് സ്പോട്ടുകൾ, അതേപോലെ തന്നെ മുഖത്തുള്ള ഒരു അൺഈവൻ സ്കിൻ ടോൺ. അതായത് മുഖത്ത് പല സ്ഥലത്തും പല നിറങ്ങളായിരിക്കും, ചില ഭാഗത്ത് മാത്രം മുഖത്ത് കുറച്ച് ഡാർക്കായിട്ടിരിക്കും. അത് മാറാനുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ ഈ മുഖത്ത് പിഗ്മെൻറ്റേഷൻ മാറാനും ഡാർക്ക് സ്പോട്ട്സ് മാറാനും വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് ഈ രക്തചന്ദനം, മുഖത്ത് ഉള്ള കറുപ്പ് നിറം മാറാൻ അത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഓട്സ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഈ ഓട്സ് നമ്മൾ കടയിൽ മേടിക്കാൻ കിട്ടുന്ന ഓട്സ് ജസ്റ്റ് ഒന്ന് പൗഡർ ചെയ്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഓട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ്, അതേപോലെ നല്ലൊരു എക്സ്ഫോളിയേറ്ററും കൂടിയാണ്. എന്നിട്ട് ഞാൻ അതിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ് ഒഴിക്കുന്നത്. തൈര് മുഖത്തിന്, അതായത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്, നല്ല മോയ്സ്ചറൈസറാണ്. അതേപോലെ ഹണി, തേനും വളരെ നല്ലതാണ് മുഖത്തിന്. ഇത് എല്ലാം നമ്മുടെ മുഖത്തിൻ്റെ എന്തെങ്കിലും സൺ ടാൻ ഉണ്ടെങ്കിലും, അതേപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മുഖത്ത് പല സ്ഥലത്തും പല കളറുകൾ, അതൊക്കെ ഒഴിവാക്കാനും കുറച്ച് നല്ല ഗ്ലോ തരാൻ വേണ്ടി സഹായിക്കും. ഇത് നല്ലൊരു പേസ്റ്റി പരുവത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കണ്ണിൻ്റെ താഴെ ഒരു അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഈ മാസ്ക് കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യേണ്ട, കാരണം അത് അത്ര നന്നായി എന്ന് വരില്ല. നമ്മുടെ കണ്ണിന് താഴെയുള്ള സ്കിന്ന് വളരെ ഡെലിക്കേറ്റ് ആണ്. അതുകൊണ്ട് എപ്പോഴും അലോവേറ ജെല്ലോ അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ അങ്ങനത്തെ ഒക്കെ മാത്രം കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ഈ മാസ്ക് ഞാൻ മുഖത്തും കഴുത്തിലും നന്നായി അപ്ലൈ ചെയ്യാണ്. കൈകൊണ്ട് അപ്ലൈ ചെയ്താലും മതി, എനിക്കിവിടെ ബ്രഷ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ബ്രഷ് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഈ മാസ്ക് നമ്മൾ അത് അങ്ങനെ തന്നെ വെക്കുക, ഒരു 20 മിനിറ്റ്സോളം വെക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇതൊരു സെമൈ ഡ്രൈ ആവും, കംപ്ലീറ്റ്ലി ഡ്രൈ ആവണ്ട, കുറച്ചൊന്ന് ഡ്രൈ ആയാൽ മതി. അതിനുശേഷം ഞാൻ മുഖത്ത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യാണ്. എന്നിട്ട് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്യാണ്. ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്ക് ടിഷ്യൂൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് കൈകൊണ്ട് തന്നെ സ്ക്രബ് ചെയ്തെടുത്താൽ മതി. മുഖത്ത് ഡെഡ് സെൽസ് ഒക്കെ മാറി നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്രബ് ചെയ്യണത്. വളരെ ജെൻറ്റിലായിട്ട് വേണം കേട്ടോ സ്ക്രബ് ചെയ്യാൻ. അതിനുശേഷം നമ്മുടെ മുഖം ഒന്ന് വാഷ് ചെയ്യാം, കാരണം ഈ മഞ്ഞളൊക്കെ ഉള്ള കാരണം ഒരു മുഖത്തിനൊരു മഞ്ഞ കളർ ഉണ്ടാവും. അത് മാറാൻ വേണ്ടി കടലമാവ് ഉപയോഗിച്ചിട്ട് ഞാൻ മുഖം വാഷ് ചെയ്ത് കളയാൻ പോവാണ്. ഫേസ് വാഷ് ഉപയോഗിക്കേണ്ട കേട്ടോ, ജസ്റ്റ് കടലമാവ് ഉപയോഗിച്ച് മുഖത്ത് നന്നായി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു ചെറിയൊരു മസാജ് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ മുഖം വാഷ് ചെയ്യുക സാധാരണ വെള്ളം വെച്ചിട്ട്. ആഴ്ചയിൽ 2-3 തവണയെങ്കിലും ഇത് ഉപയോഗിക്കുക. കുറച്ച് നാളധികം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇതിൻ്റെ ബെനിഫിറ്റ്സ് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് പാട് കാണുന്നുണ്ടാവും, കാരണം ഞാൻ ആ സമയത്ത് എൻ്റെ മുഖത്ത് പാടുകൾ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കണ്ടില്ല, എൻ്റെ മുഖത്ത് അത്ര പാടുകളില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും. എൻ്റെ അനുഭവമാണ്, നിങ്ങൾക്ക് എൻ്റെ എക്സാക്ട്ലി റിസൾട്ട് കാണാമല്ലോ. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് പറഞ്ഞ പോലെ മുഖത്ത് പാടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പാടുകളില്ല. നിങ്ങൾക്ക് എൻ്റെ ഇപ്പോഴത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ, റെഗുലറായിട്ട് യൂസ് ചെയ്താൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.